കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ചില ആൾക്കാർക്കൊക്കെ എന്നോട് വിരോധമൊക്കെ തോന്നാതിരിക്കും അല്ലേ? തോന്നിയാലും കുഴപ്പമില്ല, ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, അതല്ലേ അതിൻ്റെ നന്മ എന്ന് പറയുന്നത്. സമ്പത്തിനോട് കൂടുതൽ ആക്രാന്തമുള്ള ചില ആൾക്കാരുണ്ട്. മലയാളത്തിൽ പച്ച മലയാളത്തിൽ ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ. സമ്പത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്. ധനത്തെ സ്നേഹിച്ചെങ്കിലേ മഹാലക്ഷ്മിയാണ്, അത് നമുക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ. പക്ഷേ ധനത്തെ അമിതമായിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ അടുക്കൽ ഈയിടെ ഒരാൾ വന്നിട്ട് 58 വയസ്സ് 55 വയസ്സിന് മേളിലുണ്ട്. സ്ത്രീ എൻ്റെ അടുക്ക് പറഞ്ഞു, ഭർത്താവ് ഗൾഫിലാണ്, അന്ന് 5000 അയച്ചു തരുമായിരുന്നു, ഇന്നും 5000 അയച്ചു തരുമായിരുന്നു. ഞാൻ പറഞ്ഞു ബാക്കി പൈസ ആർക്കും കൊടുക്കത്തില്ല, പുള്ളി സ്വന്തം അക്കൗണ്ടിൽ എനിക്ക് പോലും തരത്തില്ല. ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ല, ആഹാരം കഴിക്കാൻ കൊണ്ടുപോകത്തില്ല പിള്ളേർ, എന്നാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. എന്തിനിങ്ങനെ പൈസ കെട്ടി പിടിച്ച് കിടക്കുന്നത്, ഇങ്ങനെയുള്ള ആക്രാന്തം? പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അന്ത്യഘട്ടം വളരെ മോശമായിരിക്കും എന്ന് പറയപ്പെട്ട. നമുക്ക് ധനം മഹാലക്ഷ്മിയാണല്ലേ. എന്തിനാർത്തിയാണെങ്കിൽ ധനം വേണ്ടെന്ന് ചക്കരക്കടത്തിൽ കൈയിട്ടാൽ നക്കാത്ത ആരുമില്ല. ഞാൻ ധനം വേണ്ടെന്നൊന്നും പറഞ്ഞില്ല, എല്ലാ ആൾക്കാർക്കും ധനം വേണം. വീണ്ടും വീണ്ടും ആഗ്രഹമുള്ളതുകൊണ്ട് എത്ര അടുക്കി വെച്ചാലും വീണ്ടും വീണ്ടും വേണമെന്നുള്ള ആഗ്രഹം അല്ലേ? ഒറ്റയടിക്ക് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാം. കിട്ടുമ്പോൾ നമുക്ക് ആജീവനാന്തം ജീവിക്കാനുള്ളതാണ്. അതിന് പോലും ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്. കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിച്ച് പിച്ചാത്തിയെടുത്ത് പരസ്പര വിദ്വേഷം ഉണ്ടാക്കി സഹോദരങ്ങളെ തിരിച്ചറിയാതെ, ഇതൊക്കെ ഭയാനകവും കഷ്ടവുമാണ്. ആരും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓരോ മനുഷ്യരും ഓരോ നിമിഷവും സന്തോഷിക്കുവാന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്തിനു സങ്കടപ്പെടുന്നത്? കഴിഞ്ഞ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം നേടാനാ? ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ ഓൺ ടൈം, പ്രസൻറ്റ് ടൈമിൽ എന്ത് നമ്മൾ ചെയ്യണം? ഇന്നൊരു മണിക്കൂർ കുറേ സഹതാപവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സഹതാപിക്കേണ്ടതിന് സഹതപിച്ചേ പറ്റുള്ളൂ, സങ്കടപ്പെടേണ്ടതിന് സങ്കടപ്പെട്ടേ പറ്റുള്ളൂ. ആ ടൈമിൽ നമ്മൾ സന്തോഷിക്കണ്ടേ? ആഹാരം പോലും വെച്ചിട്ട് എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഞാനത് വ്യക്തമായിട്ട് പറയുന്നതിൽ എൻ്റെ ഒരു സുഹൃത്താണെന്ന് വിചാരിച്ചുള്ള സുഹൃത്താണ്. അവരുടെ വീട്ടിൽ വളരെ ദയനീയമാണ് പറയുന്നത്. നല്ല സാമ്പത്തിക ശേഷിയുള്ളതാണ്. ഒരു ദിവസം ഒരൊറ്റ കറിയേ കാണുള്ളൂ. അവരൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ എന്താ ബീഫോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ല നിങ്ങളൊക്കെ കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധനം 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസമെങ്കിലും ഇത് കൂട്ടും, പൈസ കൊടുക്കില്ല. അതുപോലെ കുളിക്കാനുള്ള ഒരു സോപ്പ് നൂല് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു മാസത്തേക്ക് അത് ഉപയോഗിച്ചോണം. സോപ്പ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ സോപ്പിൻ്റെ ഉള്ള കുളിയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ സമ്പത്ത് ഉണ്ടാക്കുള്ളതെന്നാണ് പറയുന്നത്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ ഇത്രയും സമ്പത്തിനോട് ആക്രാന്തം അത് വളരെ ക്രൂരമാണ്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നാളാണ് ഭരണി. ഇഷ്ടംപോലെ ധനം ഉണ്ടാവും, യോഗം വേണേ അനുഭവിക്കാൻ. ഞാൻ 55 വയസ്സ് വരെ അല്ലെ 90 വയസ്സ് വരെ ജീവിച്ചിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇല്ല, എന്തോ ഒരു പഴഞ്ചൊല്ലി പറയുന്ന പോലെ പ്രായം ചെന്ന പോലെ എന്തേ പറയാൻ പറ്റുള്ളൂ. ആ സമയങ്ങളൊക്കെ ഓരോ സമയങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം അതാണ്. നമ്മുടെ സ്വർഗമാണ് ഭൂമി. ഭൂമിയിൽ തന്നെയാണ് നമ്മുടെ സ്വർഗം. നമ്മൾ യാത്ര ചെയ്യുന്നിടത്താണ് നമ്മുടെ സ്വർഗം. നമ്മുടെ സംസാരത്തിലാണ് നമ്മുടെ സ്വർഗം. നമ്മൾ തൊഴിൽ ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നിടത്താണ് നമ്മുടെ സ്വർഗം. നമ്മുടെ കുടുംബത്തിലാണ് നമ്മുടെ സ്വർഗം. നമ്മുടെ മക്കളിലാണ് നമ്മുടെ സ്വർഗം. അതാണ് സ്വർഗം.
ഇതിനു വേണ്ടി മാത്രം ധനത്തിന് വേണ്ടി ഇരുന്ന സ്വർഗമല്ല നരകമാണ്. ടെൻഷനാണ്, പിന്നെ ഉറക്കവും ഇല്ല. ഇത് ചാക്കിനകത്ത് കെട്ടി വെച്ചേക്കല്ലേ, പിന്നെ എങ്ങനെ ഉറങ്ങുക? നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അങ്ങനെയുള്ള നക്ഷത്രമാണ് തിരുവാതിര. ചിലവാക്കാൻ വലിയ ബുദ്ധിമുട്ട്, ഒരു ചായ പോലും കുടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട്. എന്നാൽ ചില തിരുവാതിരകളുണ്ട് കൈ അയഞ്ഞ് സഹായിച്ചിട്ട് കയറ്റുകൂടിയിൽ ഒരു പ്രയോജനമുള്ള പേര് കേൾക്കുന്ന പിന്നെ തിരുവാതിരയുണ്ട്. അതുകൊണ്ട് പൂയ നക്ഷത്ര അക്കീസാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ധനം പൈസ മുടക്കുന്നതും ആർഭാടം മറ്റൊരാൾ അറിഞ്ഞ് ധനം കൊടുക്കുന്നതുമായിട്ടൊരാളാണ്. എൻ്റെ പേര് വരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വക ശ്രീകോവിൽ ദാനം അല്ലെങ്കിൽ ശ്രീകോവിൽ നടപ്പന്തൽ ഞാൻ നടക്കിരുത്തിയിരിക്കുന്നു, പേര് വരാൻ വേണ്ടി മാത്രമുള്ളൊരു നക്ഷത്രമാണ് പൂയം. ആയില്യം മോശമൊന്നുമല്ല, ആയില്യം ഇത്തിരി പിശുക്ക് കാണിക്കുന്ന, മകം അത്യന്തം പിശുക്ക് കാണിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടുന്ന് നടന്നു പോകുന്ന ഒരു ദൂരമുണ്ട്, അതൊക്കെ നല്ലതാണ്. നടന്നു പോകുന്ന ഒരു ദൂരമുണ്ട്, ഓട്ടോയ്ക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, ആ പൈസ നമുക്ക് സേവ് ചെയ്യാൻ, സമ്പാദിക്കാം. പക്ഷെങ്കിൽ ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട് നടന്നു പോകുന്നത്, അത് ശരിയാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അത്രയും പൈസ ഉണ്ടെങ്കിൽ, ഓട്ടോയ്ക്ക് പോകുന്ന അത്രയും പൈസ ഉണ്ടെങ്കിൽ ആൾ പറയുന്നത് എന്താണ്? 10 ദിവസം കഴിഞ്ഞുകൂടാന്ന്. അതുപോലെയാണ് അത്ര സർവത്ര പിശുക്കാണ്. ഭയങ്കര ഗുണദോഷികളാണ് അത്തം എന്ന് പറഞ്ഞാൽ. ആരെയും വശീകരിക്കപ്പെടാത്ത സ്വഭാവമാണ്. ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ കൈവിട്ടൊരു 5 പൈസ കളയത്തില്ല. അത്ര പിശുക്കാണ്. ചിത്തിര അതുപോലെ തന്നെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ചിത്തിരയാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് 10 രൂപ എങ്ങനെ അടിച്ചുകൊണ്ട് പോകാം. ചിത്തിര ചോദ്യം പിന്നെ പറയണ്ട, 1 പൈസ പോലും കളയാൻ സാധ്യതയില്ല. എന്ന ആവശ്യങ്ങൾക്ക്, ആഡംബരത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ പൈസ ചിലവാക്കുന്നതല്ല. വിശാഖ നക്ഷത്രം ഇച്ചിരി ഇതാണ് കേട്ടോ. ചുമ്മാ ഒന്ന് പൊക്കി വിട്ടാൽ മതി, ഷൂ എന്നങ്ങ് മുങ്ങിക്കോളും. ഏത് പൈസയും ചിലവാക്കി എന്തും മേടിച്ചു തരും. പക്ഷേ സ്വന്തം കാര്യം സിന്താവ എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു അടി നടക്കാമെന്ന് വിചാരിക്കുക, നമ്മുടെ കൂടെ നിൽക്കും. അടി കിട്ടാൻ സമയമാകുമ്പോൾ മുങ്ങുന്ന സാധനമാണ് ഈ വിശാഖ നക്ഷത്രം. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട്. അനിഴോ അത്ര പേടിച്ചൂറിയായിട്ടുള്ളൊരു നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടില്ല. വളരെ തൻ്റെ ഇടവും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിൽക്കട്ടെ, പുള്ളിക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സെക്കൻഡിൽ അഞ്ജനം ഇട്ട് നോക്കിയാൽ, അഞ്ജനം മഷി തേച്ച് നോക്കിയാൽ, വെറ്റയിലയിൽ നോക്കിയാൽ ആളെവിടെ പോയെന്ന് പോലും കാണത്തില്ല. തൃക്കേട്ട പിശുക്കിൻ്റെ അഗ്രഗണ്യനാണ്. മൂലം, പൂരാടം അതന്നെ. പൈസ കണ്ടേ 5 പൈസ കാണിക്കുന്നില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും കേട്ടാ. ഉത്രാടം ഈ ഉപദേശങ്ങൾ കൊടുക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ്. തിരുവോണം അറുപിശക്കന്മാരാണ് പറയുന്നത്, പക്ഷേ ഇഷ്ടംപോലെ എടുത്ത് കളയുക. അവനവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, അത് ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും. ഇഷ്ടംപോലെ ആഹാരത്തിൻ്റെ യോഗഫലം ഭയങ്കരമാണ്. എവിടെ ചെന്നാലും ഒരു സീറ്റ് കിട്ടുമോ, ആഹാരം കിട്ടുമോ ഒക്കെ ചെയ്യും. ഈ പൈസ അതുപോലെ അങ്ങ് പോകും. ജീവിതകാലം മൊത്തം ഒരേ ട്രെൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് തിരുവോണം. അവിട്ട നക്ഷത്രം എന്ന് വെച്ചാൽ 6 വിശക്കന്മാരാണ്. ചതയ നക്ഷത്രം അതുപോലെ തന്നെ. എന്നാലും കൈ കഴിഞ്ഞ് സഹായിക്കുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ മറ്റൊരാളിൽ നിന്ന് എങ്ങനെ വാങ്ങാമെന്ന് ആദ്യം നോക്കും. പരീക്ഷിച്ചതിന് ശേഷം മറ്റൊരാൾ കൊടുക്കുള്ളൂ. ആളെങ്ങനെയുണ്ട്, നന്മയാണോ തിന്മയാണോ എന്നൊക്കെ, അതൊക്കെ നല്ലതാണ് കേട്ടോ. പൂരുരുട്ടാതി വാചകത്തിൽ അതിഗംഭീരം, എല്ലാം ചെയ്തും കൊടുക്കും. പക്ഷെ അവരിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള പിഴിഞ്ഞ് വാങ്ങാമോ അതൊക്കെ വാങ്ങുകയും ചെയ്യും. ഉത്രട്ടാതി 2 വള്ളത്തെ ചവിട്ടുന്ന ആളാണ്. കാശ് ഇങ്ങോട്ട് വന്നാലും ഇവിടുന്ന് 100 മേടിക്കുക, അവിടെ ചില ബ്രോക്കർമാരുടെ കൂട്ടാണ്, വസ്തു ബ്രോക്കർമാരല്ലേ. ഇവിടുന്ന് 100 മേടിക്കും, അവിടെ നിന്ന് 100 മേടിക്കും. രേവതി അതും തഥൈവ എന്ന് വേണം പറയാൻ. ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു നക്ഷത്രമാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ധനം
നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. രണ്ടാം ഭാവത്ത് ഗുളിയനോ, ഈ നക്ഷത്രമൊക്കെ പറഞ്ഞെങ്കിൽ രണ്ടാം ഭാവത്ത് ഗുളിയനോ, ഗുളിയ ഭവനാധിപനായിരിക്കും രണ്ടാം ഭാവത്തേക്ക് ദൃഷ്ടി ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ 100% ആർഭാടവും സുഖവും ഒക്കെ ധനം കളഞ്ഞതിന് ശേഷം ആർജിക്കേണ്ടതാണ്. ഇത്രയും നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പൊതുവായിട്ടുള്ള അവരുടെ സ്വഭാവമാണ് അല്ലേ? നിങ്ങളുടെ സ്വഭാവം അല്ലേ ഞാൻ പറഞ്ഞേ? അത് തന്നെ. അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.